നമസ്കാരം. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമുഖർക്ക് വിരുന്നൊരുക്കി. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. വിരുന്നിനുള്ള ക്ഷണക്കത്ത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിച്ചെങ്കിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പോയില്ല. ഗവർണറെ മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ നേരിട്ടെത്തി ക്ഷണിക്കുകയോ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുകയായിരുന്നു പതിവ്. ഇത്തവണ ഗവർണറുടെയും രാജ്ഭവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും പേരിലുള്ള ക്ഷണക്കത്തുകൾ ആൾവശം കൊടുത്തുവിടുകയായിരുന്നു. നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം 25-ാം തീയതി നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ഇതുവരെ ഗവർണറെ അറിയിച്ചിട്ടില്ല. മന്ത്രിസഭ തീരുമാനിച്ച ശേഷം സ്പീക്കർ നേരിട്ടെത്തി ഗവർണറെ ക്ഷണിക്കുന്നതാണ് കീഴ്വഴക്കം. മുഖ്യമന്ത്രിയുടെ വിരുന്നിന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, തിരുവനന്തപുരം ലത്തീൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ എന്നിവരെ ക്ഷണിച്ചെങ്കിലും പങ്കെടുത്തില്ല. തിരക്കുകൾ കാരണമാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് ഇരു സഭകളുടെയും പ്രതിനിധികൾ പ്രതികരിച്ചു. നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള പ്രഭാത യോഗത്തിലും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പങ്കെടുത്തിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെതിരെ മന്ത്രി സജി ചെറിയാൻ ഉന്നയിച്ച വിമർശനത്തിൽ വാഗ്വാദം തുടരുന്നതിനിടെയാണ് വിരുന്നിൽ പങ്കെടുക്കാൻ മാർ ക്ലീമിസ് കത്തോലിക്ക ബാവ എത്തിയത്. കത്തോലിക്ക ബാവയുടെ അടുത്തെത്തി മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചതായാണ് വിവരം. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന പിൻവലിക്കുന്നതുവരെ സംസ്ഥാന സർക്കാരുമായി ഒരു കാര്യത്തിലും സഹകരിക്കില്ല എന്ന പ്രഖ്യാപനവുമായി KCBC അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ എത്തിയിരുന്നു. ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതലായി അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രി നടത്തുന്ന വിരുന്ന് KCBC തന്നെ ബഹിഷ്കരിക്കും എന്ന സൂചനയാണ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയുടെ പ്രതികരണത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലെ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ പിൻവലിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചിരുന്നു. അതേസമയം തിരുവനന്തപുരം പാളയത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാട്ടി വാഹനം തടയുകയും ചെയ്തെന്ന കേസിൽ SFI പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി 10-ാം തീയതി പരിഗണിക്കാൻ മാറ്റി. കേസിലെ 1 മുതൽ 7 വരെ പ്രതികളായ യദുകൃഷ്ണൻ, ആഷിഖ് പ്രദീപ്, RG ആശിഷ്, ദിലീപ്, റയാൻ, അമൽ ഗഫൂർ, റിനോ സ്റ്റീഫൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചത്. ഇവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 14-ാം തീയതി തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് CS ഡയസ് ആണ് ഹർജികൾ പരിഗണിക്കുന്നത്. അതേസമയം പരിചയസമ്പന്നരായ പുതിയ മന്ത്രിമാരെ സ്വാഗതം ചെയ്ത് മന്ത്രിസഭായോഗം. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഈ മന്ത്രിസഭയിൽ പുതുമുഖങ്ങളാണെങ്കിലും അവർ പഴയ മന്ത്രിമാരാണ് എന്ന പരിചയപ്പെടുത്തലോടെയാണ് യോഗം തുടങ്ങിയത്. ഇവർ 3-ാം തവണയാണ് മന്ത്രിമാരാകുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. 25-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടങ്ങാനും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 2-ന് അവതരിപ്പിക്കാനുമാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കി ഫെബ്രുവരി 9-ന് തന്നെ നിയമസഭ പിരിയാനുമാണ് സാധ്യത. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് 15 ദിവസം മുൻപ് തീരുമാനിച്ചാൽ മതി. സപ്ലൈകോയിലെ അവശ്യ സാധന വിലവർധന, സപ്ലൈകോയ്ക്ക് നൽകേണ്ട തുക എന്നിവ യോഗം പരിഗണിച്ചില്ല. ഭക്ഷ്യമന്ത്രി GR അനിൽ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിലാണിത്. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നൽകിയ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനുള്ള റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നില്ലെന്ന് അറിയുന്നു. കമ്മീഷന്റെ ശുപാർശകൾ സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ സ്വീകരിച്ച നടപടി പരിശോധിച്ച ശേഷമുള്ള തുടർ നടപടി വൈകാതെ ഉണ്ടാകുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു.